ഹായ്. അപ്പോൾ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് അച്ചാറിൻ്റെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള വേപ്പിൻ്റെലൊക്കെ കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പച്ചമുളകും കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിനെ തലേന്ന് തന്നെ കഴുകി വെള്ളം വടിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉലുവ ആ കുപ്പീൻ്റെ മൂടിക്ക് ഒരു മൂടി ഉലുവയും 2 മൂടി കടുകും അങ്ങനെ ഇട്ടാൽ. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ ഓരോ കിലോ കൂട്ടുന്നതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി അങ്ങനെ ഇട്ട് കൂടെ അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം കരിഞ്ഞ് പോകരുത് കേട്ടോ. കരിഞ്ഞാൽ പിന്നെ ഉലുവല്ല വേഗം കയ്പ്പ് വരുമല്ലോ. അപ്പോൾ നേരെ ചൂടിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ അത് കൂടാതെ കുറച്ച് നെല്ലിക്കയും മാങ്ങയും കൂടി അച്ചാറിടാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറും കറിയൊക്കെ കഴിക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരിക്കണ ചോറും കൂട്ടാനും കിട്ടണമല്ലോ. അപ്പോൾ അത് വേഗം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഉലുവയും കടുകും. പിന്നെ അതൊക്കെ അവിടെ വെളുത്തുള്ളി അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മാങ്ങയും നെല്ലിക്കും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ നമുക്ക് മൂപ്പിച്ച് അതിൽ വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയെന്ന് ഇട്ടാൽ മുറിക്കുമ്പോൾ തന്നെ. അപ്പോൾ മാങ്ങ ഇങ്ങോട്ട് അലിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് വെച്ചായിരുന്നു മാങ്ങയും നെല്ലിക്കും കൂടെ. അപ്പോൾ മാങ്ങ ഇങ്ങോട്ട് അലിഞ്ഞിട്ട് അതിന് കാണാത്ത ഇതിലേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പൊടികളൊക്കെ കൂടി ഇങ്ങനെ ഇതേപോലെ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഒന്നിച്ചിട്ട് കൊട്ടി കൊടുക്കലുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ ഓരോ പൊടികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലിട്ടുകൊണ്ട് അതിക്കാണ്ട് കൊട്ടി കൊടുക്കണം. അപ്പോൾ എണ്ണയിൽ നിന്ന് വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ പൊടികളൊക്കെ കൂടെ അതിക്കിട്ടിട്ട് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കുക. സുർക്ക ഒഴിച്ചെടുത്ത് ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങ നെല്ലിക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അച്ചാറിന് നമുക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല മാങ്ങ ഒന്നും അതിൽ നിന്ന് കാണണേന്നില്ല. മാങ്ങ പഴുത്തിട്ട് അച്ചാറിന് വേറൊരു കളർ വയ്ക്കണം കേട്ടോ. അപ്പം നല്ല കട്ടിയിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. മാങ്ങ നല്ല അലിഞ്ഞ് ചേർന്നുകൊണ്ട് അങ്ങനെ വെളുത്തുള്ളി അച്ചാറൊക്കെ ഇട്ട് റെഡി ആയിക്കണം. ഇനിയിപ്പോൾ രാത്രിയുണ്ട് കുപ്പിയിലാക്കൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ